ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണിനോട് പറയുന്നുണ്ട് ലക്ഷ്മി, കിരണെ ഗംഗപ്രസാദിന് കല്യാണി സ്വപ്നം കണ്ടെങ്കിൽ ചിലപ്പോ ഗംഗപ്രസാദിന് വരണമെന്നില്ല. ചിലപ്പോ അവന്റെ കൂട്ടാളികളുണ്ട്, 2-3 കൂട്ടുകാരുണ്ട്. അവനെ പോലെ തന്നെ ശക്തിയും ബുദ്ധിയും അതുപോലെ തന്നെ വേഷം മാറി നടക്കാൻ നല്ല കഴിവുള്ള 2-3 കൂട്ടുകാര്. പിന്നെ സ്റ്റെഫിയുടെ സ്വഭാവം അറിയാലോ, അവനെ വിവാഹം കഴിക്കണം വെച്ച് നടക്കണവളാ. അപ്പൊ അതുകൊണ്ട് അവളെ പോലെ തന്നെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അവരെ ഇനി സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, ലക്ഷ്മിയോ പറഞ്ഞ ചിലപ്പോ അത് ശരിയായിരിക്കും, ഗംഗപ്രസാദ് മരിച്ചു കാണും. പിന്നെ ഗംഗപ്രസാദിന്റെ കൂട്ടാളികൾ അതിനെ പകരം വീട്ടാൻ വരുമോ ഇല്ലയോ അതാണ് ഇനി അറിയേണ്ടത് എന്ന് കിരണും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനെ വിക്രത്തിനെയാണ്. രാഹുൽ പറയുന്നുണ്ട്, മരിക്കേണ്ടവൻ മരിച്ചുമില്ല, ജീവിക്കേണ്ടവൻ മരിച്ചും ചെയ്തു എന്ന് പറയാണ്. അല്ല അങ്കിൾ ആരുടെ കാര്യം ഉദ്ദേശിച്ചത്? എടാ മനോഹറിന്റെ കാര്യം. അവൻ മരിക്കണോന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഞാൻ അവന്റെ തലക്കിട്ടടിച്ചത്. പക്ഷെ അവൻ ഹോസ്പിറ്റലായി. അവിടെ വെച്ചൊരു സരിയ പോയിട്ട് അവന്റെ കഴുത്തിനെ കയറി പിടിച്ചാണ് കൊല്ലാനായിട്ട്. പക്ഷെ അവിടെ നിന്നും അവൻ രക്ഷപ്പെട്ടു. എന്തൊരു ജന്മം അവന്റെ എന്ന് പറയാണ്. ശരിയാ, ഗംഗേട്ടന് മരിച്ചത് വല്ലാത്തൊരു അടിയായി പോയി. ഗംഗേട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു ഉഷാറായിരുന്നു എന്ന് പറയണം. എടാ അവൻ ശരിക്കും മരിച്ചു കാണുമായിരിക്കോ? അറിയില്ല. അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ കുറെ ഡെഡ് ബോഡി പൊങ്ങും അങ്കിളെ എന്ന് പറയുന്നുണ്ട്. ഈ മനോഹറിനെ എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കണോടാ, എങ്കിലേ എന്റെ മോൾക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. എന്തായാലും അങ്കിള് അവന്റെ തലക്കെട്ടടിച്ചപ്പോഴേക്കും സരുവിനെ കുറച്ച് സമാധാനം കിട്ടിക്കാണോ അല്ലെ? അതെ, എന്നെ അംഗീകരിക്കാത്ത മോള് പതുക്കെ പതുക്കെ അംഗീകരിച്ചിപ്പോ തുടങ്ങി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ മരിച്ചെങ്കിൽ മാത്രമേ ഞാൻ വിചാരിച്ച പോലെ കാര്യം നടക്കൂ. പിന്നെ അത് കഴിഞ്ഞ് ഇല്ലാതാവേണ്ടത് നിന്റെ പെങ്ങളാണ് കല്യാണി. അവൾക്കൊരു ആമയുടെ ജന്മം ആങ്കിളെ. പെട്ടെന്നും അവള് മരിക്കില്ല, അത്ര ആയുസ് അവക്ക്. എടാ അവള് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനോഹറിനെ ഇപ്പൊ കൊന്നിട്ടാണെങ്കിലും എന്റെ മോള് ജയിലിൽ വന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ജയിലിൽ കിടന്നാൽ ശിക്ഷ കിട്ടില്ലെങ്കിലേ, എടാ അവൾക്ക് ഒരു പ്രാവശ്യം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നതാണല്ലോ, അതുകൊണ്ട് വലിയ ശിക്ഷ നമുക്ക് കിട്ടില്ല, ചെറിയ ശിക്ഷ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അവള് പുറത്തു പോയാലും കല്യാണം ഇല്ലെങ്കിൽ കിരണിന്റെ ഭാര്യയായിട്ട് അവൾക്ക് തുടരാലോ. എനിക്കത് തോന്നണില്ല അങ്കിളെ. എന്തുകൊണ്ട് തോന്നണില്ല? അല്ല, ഈ കിരൺ എന്ന് പറഞ്ഞവനെ കല്യാണി ഭ്രാന്തായിട്ട് നടക്കുന്നവനാ. എടാ അതൊക്കെ ഇപ്പോഴല്ലേ. പക്ഷേ കല്യാണി എങ്ങനെ മരിച്ചു കഴിഞ്ഞാ പിന്നെ കിരണിന്റെ കുഞ്ഞിനും അതുപോലെ തന്നെ സരുവിന്റെ കുഞ്ഞിനും ഒക്കെ അമ്മയും അച്ഛനും വേണം. അപ്പൊ അതുകൊണ്ട് അവർ ഒന്നിക്കാൻ വേണ്ടി ചിലപ്പോ തീരുമാനിക്കും. സരുവിനെ കിരൺ വിവാഹം കഴിക്കും അങ്കിളെ. എടാ അവൾക്ക് സാരി വരെ അവൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അവളിപ്പോ ഭയങ്കര കാര്യമാണെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നിർബന്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവര് വിവാഹം കഴിക്കോടെ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ അതിന്റെ ഇടയിലായിട്ട് ഈ കല്യാണി നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഇപ്പോ ഒരു അവശകുനമായിട്ട് നിൽക്കുന്നത്. എന്തായാലും മനോഹറിനെ കല്യാണിനെയും അവര് തന്നെയാണ് ഇനി ഒഴിവാക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയല്ല, കല്യാണിയാണെന്നുണ്ടെങ്കിൽ മലക്ക് പോയേക്കണവരുടെ വിളക്ക് കെടാതിരിക്കാനായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയെടുത്ത് ഞാൻ പറഞ്ഞതല്ലേ ഈ തിരി കെടാതെ നോക്കണോന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേ പ്രകാശനും രതീഷിന്റെ വണ്ടി അവിടേക്ക് വരുവാട്ടോ. അവരെത്തിയെന്ന് കാർത്തിക വന്ന് പറയാണ്. എത്തി എന്ന് പറയുമ്പോഴേക്കും കല്യാണിയും കാർത്തികൻ കാദംബരിയുടെ ഉമ്മറത്ത് പോയി നിൽക്കാണ്. കിരണും ബൈജു ഉമ്മറത്ത് തന്നെയുണ്ട് കേട്ടോ. അപ്പൊ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനും രതീഷും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശേഷം വീട്ടിലേക്ക് കയറാണ്. സ്വാമി ശരണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലെ എന്ന് കിരൺ ചോദിക്കുമ്പോ രതീഷ് പറയുന്നുണ്ട്, ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞ ഞാൻ ചെറുതായിട്ടൊന്ന് കിതച്ചായിരുന്നു. പക്ഷെ അച്ഛനോ ഒരു കുഴപ്പമില്ലാതെ അച്ഛൻ മണി പോലെയാ 18ാം പടി കയറി തിരിച്ച് അമ്പലമൊക്കെ കണ്ട് ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വരുന്നത്. അച്ഛന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോ പ്രകാശം പറഞ്ഞ അതേ മക്കളെ, സത്യം പോയപ്പോ ചെറിയ വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അയ്യപ്പനെ കണ്ടപ്പോഴേക്കും ആ വിഷമവും വേദനയൊക്കെ അങ്ങോട്ട് എവിടെയോ പോയ പോലെ തോന്നുക. പിന്നെ എന്റെ കാർത്തിക മോളെ വിവാഹം കഴിയണം, കാർത്തിക മോള് സന്തോഷമായിട്ട് ജീവിക്കണം, അവളുടെ വിവാഹത്തിന് ഒരു ഇതും വരാൻ പാടില്ല, വിഘ്നങ്ങളും വരാൻ പാടില്ല എന്നൊക്കെ പണ്ട് പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ മലക്ക് പോയത്. എന്തായാലും അത് നന്നായിട്ട് നടന്നു എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയണ്ട്, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ഒരു കുഴപ്പമില്ല മോളെ. അപ്പൊ കിരൺ പറയുന്നുണ്ട്, അപ്പൊ അച്ഛന്റെ ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് വേണം വിചാരിക്കാൻ. മോനെ, ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ലടാ, പക്ഷെ മനസ്സിനായിരുന്നു കുഴപ്പം. ദീപയുടെ വിചാരം മാത്രമായിരുന്നു മനസ്സിൽ. പക്ഷെ തിരിച്ചു വന്നപ്പോ ഒരു ആശ്വാസമൊക്കെ ഉണ്ടെന്ന് പറയാണ്. കല്യാണി പറയണ്ട, അച്ഛ വിളക്ക് ഇതുവരെ കേട്ടിട്ടില്ല. രതീഷേട്ടാ, അച്ഛ നിങ്ങൾ പോയി കുളിച്ചതേ ഒന്ന് പ്രാർത്ഥിക്ക്, ശേഷം ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയാണ്. ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. രതീഷും പ്രകാശനും കൂടിയിട്ട് പ്രസാദമൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കാണ്. ശേഷം കുളിച്ചിട്ട് വരുവാട്ടോ. പിന്നീട് കാണിക്കണ സരയുവിനെയാണ്. സരയു ആണെങ്കിൽ പണിയെടുക്കാൻ ഒരു കോൺസെൻട്രേഷനും കിട്ടുന്നില്ല. പ്ലാനൊക്കെ വരക്കുമ്പോഴാണെങ്കിലും സരയുവിന്റെ മനസ്സിൽ ഒരു വിചാരം
വിചാരം മാത്രമാണ്. മനോഹറിനെ കൊല്ലാൻ വേണ്ടി പോയിട്ട് അവിടെ വെച്ചിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും നേഴ്സുമാര് വന്നല്ലോ. ആ ഭാഗമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ സരയു. ശേഷം ദേഷ്യത്തിൽ സരയു പ്ലാൻ ഒക്കെ അവിടെ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെടുവാണ്. പുറപ്പെട്ട് നേരെ പോണത് ഹോസ്പിറ്റലിലേക്കാട്ടോ. മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലാണ് നേരെ പോണത്. അവിടെ പോകുമ്പോഴേക്കും സരയു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നോക്കുമ്പോ മനോഹറിനെ ഡിസ്ചാർജ് ചെയ്ത് പോലീസുകാർ തിരിച്ചു കൊണ്ടുപോകാണ്. അത് കാണുമ്പോ തന്നെ സരയുവിന് ദേഷ്യം വേണ്ടിയാണ് പോലീസുകാരും സരയുവിനെ നോക്കുന്നുണ്ട് കേട്ടോ. സരയു വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൈക്കിലെ ഹെൽമെറ്റ് കയ്യിലേക്ക് എടുക്കാണ്. എന്നിട്ട് വേഗം തന്നെ മനോഹറിന്റെ തല അടിച്ചു പൊട്ടിക്കാൻ വേണ്ടി വരുമ്പോഴേക്കും പോലീസുകാര് സരയുവിനെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായി കാണിക്കണം, മാറി നിൽക്ക അവിടുന്ന്. സാറേ ഇവൻ മരിക്കണം സാറേ, ഇവനെ കൊല്ലണം എന്ന് പറയുമ്പോ മനോഹർ പറയണ്ട്, സാറേ അവൾ എന്നെ കൊന്നോട്ടെ, നിങ്ങൾ എതിർക്കണ്ട. ആഹാ നീ മരിച്ചല്ലേ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലടാ, പക്ഷെ ഞങ്ങളുടെ ജോലി പോകും. നീ മരിച്ച ഇപ്പൊ ആർക്കാ കുഴപ്പം? ആരും വിഷമിക്കാൻ പോകുന്നില്ല, പക്ഷെ ഞങ്ങളുടെ ജോലി പോകും. ഞങ്ങൾക്ക് ജോലി കളയാൻ വയ്യ, അങ്ങോട്ട് മാറി നിൽക്കുക കൊച്ചെ എന്ന് പറഞ്ഞിട്ട് മനോഹറിനെ കൂട്ടിക്കൊണ്ട് അവര് ജീപ്പിലേക്ക് കേറാട്ടോ. അപ്പൊ സരയു വിളിച്ചു പറഞ്ഞിടാ, മനോഹര നിന്നെ ഞാൻ കൊല്ലോടാ, ഒരു അവസരം കിട്ടിയാൽ നിന്നെ ഇല്ലാതാക്കോടാ ദുഷ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീപ്പിൽ മനോഹറിനെ കൊണ്ടുപോകുന്നുണ്ട്. മനോഹറാണെങ്കിൽ സരയുവിനൊന്ന് നോക്കിയതിനു ശേഷം വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവാട്ടോ. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ എന്താ കുട്ടി കാണിച്ചു കൂട്ടുന്നത്? ഡോക്ടർക്ക് ഒരു ഇഞ്ചക്ഷന്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അവനെ കൊല്ലാനായിട്ട്. ഡോക്ടർക്ക് അത് ചെയ്തുകൂടായിരുന്നോ? സോറി, ഞങ്ങൾ ഡോക്ടർമാർക്ക് ജീവൻ നിലനിർത്താനുള്ള പണിയാണ്, ജീവൻ കളയാനുള്ള പണിയല്ല. അവനെപ്പോലുള്ള ആൾക്കാർ മരിക്കണം സാറ്. ഡോക്ടർക്ക് അറിയാലോ അവൻ ചെയ്ത ക്രൂരതകളൊക്കെ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ നിങ്ങൾക്ക് നല്ല സുഖമില്ല, നിങ്ങൾ പോവാൻ നോക്ക്. നിങ്ങളിപ്പോ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതെ എനിക്ക് സുഖമില്ല. എന്തായാലും മനോഹർ ഇപ്പൊ പഴയ പോലെ അല്ല എന്ന് ഡോക്ടർ പറയാണ്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവൻ അഭിനയിക്കുക. ഇതുപോലെ അവൻ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് എന്റെ അമ്മയുടെ അച്ഛന്റെ മുമ്പിലൊക്കെ. അതെ ഞാൻ പറഞ്ഞത് സത്യമായിട്ട് തന്നെയാ. അവന് ബോധമില്ലാത്ത സമയത്ത് പോലും കൺമണി മോളെന്ന് അവൻ ഉറക്കത്തെ പറയുന്നുണ്ടായിരുന്നു. ഒരു കൺമണി മോള്, അതൊക്കെ അവന്റെ അടവാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ നിന്ന് ദേഷ്യത്തിൽ പോവാട്ടോ. പിന്നീട് കാണിക്കുന്ന കിരണിനെയും കല്യാണിനെയാണ്. അവര് ഓഫീസിലേക്ക് വരുമ്പോ ഹരിയേട്ടനോട് കിരൺ ചോദിക്കേണ്ടേ, സരയു ഇല്ലേ? ഇല്ല, ദേഷ്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയായിരുന്നു. സരയു പഴയ പോലെയൊന്നും അല്ല. 2-3 ദിവസമായിട്ട് അവൾക്ക് ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ല. പ്ലാനുകളൊന്നും വരയ്ക്കുന്നതൊന്നും ശരിയല്ല. ഇന്ന് സൈറ്റിൽ പോകാനുള്ളതാ, ഇതുവരെ ആളിവിടെ എത്തിയിട്ടില്ല. ഏത് നേരവും മനോഹറിനെ കുറിച്ചുള്ള വിചാരമാണ്. എങ്ങനെയെങ്കിലും മനോഹറിനെ ഇല്ലാതാക്കണം, അത് മാത്രമേ ഉള്ളൂ സരയുവിന് ഇപ്പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സരയു അങ്ങോട്ടേക്ക് വരുവാണ്. സരയു വരുമ്പോഴേക്കും കിരൺ ചോദിക്കണ്ടേ, എന്താ സരയു നീ എന്തായി കാണിച്ചു കൂട്ടുന്നത്? ഞാൻ നിങ്ങളുടെ രണ്ടുപേർത്തും പറഞ്ഞല്ലേ ആ മനോഹറിനെ ഇല്ലാതാക്കാനായിട്ട്. നിങ്ങളത് ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അവനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ പോയതാ. പക്ഷെ അവൻ ഡിസ്ചാർജ് ആയി. നീ എന്തൊക്കെയാ സരയു കാണിക്കണത്? ഞാൻ എന്താ കാണിക്കണത്? നിങ്ങൾ കണ്ടില്ലേ? എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ജോലി എന്നെ പിരിച്ചുവിടുമായിരിക്കും. പിരിച്ചുവിട്ടാലും എനിക്കിനി കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ മോളെ നിങ്ങൾ ഉപേക്ഷിക്കാതിരുന്നാൽ മതി. നിങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയാം. എന്റെ മോള് കിരണും കല്യാണിയും എന്റെ അങ്കിളും ആന്റിയൊക്കെ നോക്കുമെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ 2 അമ്മമാരും സേഫ് ആണ്. പിന്നെ ഞാൻ ജയിലിൽ പോയാൽ നിങ്ങൾക്ക് എന്താ? ഞാൻ ജയിലിൽ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ മരിച്ചിട്ട് വേണം ഞാൻ ജയിലിൽ പോയിട്ട് എന്നൊക്കെ സരയു ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരുന്നിട്ട് അങ്ങോട്ടൊക്കെ പോകുവാട്ടോ. എന്നിട്ട് പറയുന്നത്, നീ എവിടേക്ക് പോണത് സരയു എന്ന് കല്യാണി ചോദിക്കുമ്പോ, എനിക്ക് ഒരാളെയും കൂടി കാണാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സരയു നേരെ പോണത് ജയിലിലേക്കാണ്. അവിടെ രാഹുൽ വരുന്നുണ്ട്. എന്തായി മോളെ? എന്താവൻ? അവന് ആമയുടെ ആയുസാണല്ലോ. ഞാൻ അവനെ കൊല്ലാൻ വേണ്ടി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇന്ന് രാവിലെ. അവനെ ഡിസ്ചാർജ് ചെയ്തു. ഇത്ര പെട്ടെന്നോ? അതെ, എത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു. പെട്ടെന്ന് മുറിവ് ഉണങ്ങി കാണുമായിരിക്കും, ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. അച്ഛാ എന്തെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ അവനെ കൊന്നു തീർക്കണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ചെയ്യും മോളെ. അല്ല ആ ഗുണ്ടകളെ നീ പോയി കണ്ടായിരുന്നോ? ഗുണ്ടകള് അവന്മാരെ കൊണ്ട് എന്തിനെ കൊള്ളാം? അവന്മാര് പൈസ മേടിച്ച് ഹോസ്പിറ്റലിലേക്ക് ഒരു ഇതുമില്ലാതെ പോയിരിക്കുക. അവന്മാരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് അച്ഛൻ എന്തായാലും അവനെ ഇല്ലാതാക്കിയിരിക്കണം എന്ന് പറയാണ്. ശരി മോളെ, മോളുടെ ആഗ്രഹം അച്ഛൻ സാധിച്ചു തരും എന്ന് രാഹുൽ പറയുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.